CPM ചിത്രം തെളിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ എല്ലാവരേക്കാൾ മുന്നേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് CPM കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇപ്പോൾ ഇതിൽ ഒരു പുതുമയുള്ളത് ഈ പറഞ്ഞ പോലെ സ്വതന്ത്രർക്കും പാർട്ടി ചിഹ്നം എന്നുള്ളതാണ്. അതിപ്പോൾ ദേശീയ തലത്തിൽ കണക്കാക്കുമ്പോൾ എല്ലായിടത്തും ചിഹ്നം ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി ദേശീയ പാർട്ടിയായി നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അതുകൊണ്ട് കൂടിയാണ് CPM ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നത്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ മത്സരത്തിലേക്ക് വിടുമ്പോൾ അപ്പുറത്ത് സിറ്റിംഗ് MP എതിരിടാൻ വന്നിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ആ രൂപത്തിൽ ശക്തരാണോ എന്നുള്ള സംശയം പല മണ്ഡലങ്ങളും ഉയർത്തുന്നുണ്ട്. അത് ചിലപ്പോൾ തിരിച്ചടിയാകും എന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു. പിന്നെ നമ്മുടെ സർവേയിൽ പറഞ്ഞതുപോലെ സർക്കാർ വിരുദ്ധ വികാരം അതിശക്തമാണ്. അതിപ്പോൾ നവകേരള യാത്രയായാലും ഇപ്പോൾ നടക്കുന്ന മുഖാമുഖമായാലും ഇപ്പോൾ നമ്മുടെ സർവേക്കൊക്കെ ശേഷമാണ് മുഖാമുഖം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളോട് നന്നായി പെരുമാറുന്ന ഒരു സർക്കാർ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ തുടർഭരണം കിട്ടാൻ തന്നെ കാരണം കോവിഡ് കാലത്ത് രക്ഷകരായി നിൽക്കുന്ന ഒരു സർക്കാർ, ഈ രക്ഷകരായി നിൽക്കാൻ ഇവർക്കേ കഴിയുകയുള്ളൂ എന്നൊരു തോന്നലിൽ നിന്നാണ് വീണ്ടും ആ പാർട്ടിയെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. അന്ന് കിറ്റായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജീവിക്കാനുള്ള കിറ്റ് അത് കിട്ടുന്നു ഓരോ വീട്ടിലും. എത്ര ബുദ്ധിമുട്ടിയാലും ആ കിറ്റ് കിട്ടുന്നു എന്നുള്ളത് ഇപ്പോൾ സപ്ലൈകോയുടെ ബന്ധപ്പെട്ട വിവരങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പല മേഖലകളിൽ പല തലങ്ങളിൽ സർക്കാർ വിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ മുഖാമുഖത്തിലടക്കം ചോദ്യങ്ങളോട് മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കടക്കു പുറത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു രീതിയുണ്ട്. പ്രധാനപ്പെട്ട കേസുകൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് BJPയുടെ പദയാത്ര അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഇരട്ട അക്കത്തിലേക്ക് എത്തുമെന്നാണ്. ഇരട്ട അക്കത്തിലേക്കൊന്നും എത്തുകയില്ലെങ്കിലും മാസപ്പടി വിഷയം ഒന്ന് പറയാതെ പറയുന്നുണ്ട് പ്രധാനമന്ത്രി. അപ്പോൾ ഏത് രൂപത്തിലായിരിക്കും ആ കേസ് മുറുകുക എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ദിവസങ്ങൾ അടുക്കുന്തോറും ആ രൂപത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങളും ആ രൂപത്തിൽ വരുന്നുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് എത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ നോക്കുമ്പോൾ വലിയ വെല്ലുവിളി ഈ കാര്യത്തിൽ CPMനുണ്ട്. LDFനെ സംബന്ധിച്ച് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഒരു വിജയത്തിനുള്ള ഒരു സാഹചര്യമാണെന്നൊന്നും പറയാൻ വയ്യ. കഴിഞ്ഞതിനേക്കാൾ ഒരു മികച്ച സാഹചര്യമാണ് ഇത്തവണയുള്ളതെന്ന് ഞാൻ കരുതുന്നില്ല. ചിത്രം Meet the editors.